ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ സാവധാനത്തിൽ അത് സ്ലോ ആയി മാറും. അത് എല്ലാ കമ്പ്യൂട്ടറുകളുടെയും ഒരു പ്രത്യേകതയാണ്. ഇന്ന് കമ്പ്യൂട്ടർ ഇറങ്ങിയ കാലം മുതലേ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല സ്പീഡ് ഉണ്ടായിരിക്കും, എന്നാൽ കുറച്ച് കഴിയുന്ന സമയത്ത് അത് വളരെ സ്ലോ ആയി മാറും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അത് നമുക്ക് കുറച്ചും കൂടി തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഒരുപാട് വഴികളുണ്ട്. മാനുവലായിട്ട് നമുക്ക് ഒരുപാട് സമയത്ത് എടുത്ത് ചെയ്യാവുന്ന പരിപാടികളുണ്ട്, ഒരുപാടുണ്ട്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ അതേ പരിപാടി ഞാൻ ഒരൊറ്റ ക്ലിക്ക്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഒരു ക്ലിക്ക് കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, നമുക്ക് ഒരു 10-15 മിനിറ്റ് എടുക്കേണ്ട ജോലി നമുക്ക് വെറും ഒരു ക്ലിക്ക് കൊണ്ട് നമുക്ക്, അതായത് ഒരു 10 സെക്കൻഡ്, 2 സെക്കൻഡ് പോലും എടുക്കില്ല, ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ജോലി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ആ കമ്പ്യൂട്ടർ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വളരെ എളുപ്പമാണ്. അത് എങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ആ ഫയൽ എങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ആ ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ മെമ്മറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം C ഡ്രൈവിലേക്ക് പോയി കമ്പ്യൂട്ടറിൽ പോയിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എത്ര ഉണ്ടെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. 1 TB ഹാർഡ് ഡിസ്ക് ആണ് എൻ്റെ കയ്യിലുള്ളത്. 1 TB ഹാർഡ് ഡിസ്കിൽ ഇനി ബാക്കിയുള്ളത് 170 GB മാത്രമാണുള്ളത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 170 GB ഫ്രീ ഓഫ് 952 GB, അത് ഏകദേശം 1 TBയുടെ ഹാർഡ് ഡിസ്ക് ആണ്. അതിലിനി ബാക്കിയുള്ളത് വെറും 170 GB മാത്രമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഈ കമ്പ്യൂട്ടറിൽ എത്ര മെമ്മറി നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് നോക്കാം. ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ അൺവാണ്ടഡ് ഫയൽസും അത് ക്ലിയർ ചെയ്യും. അത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറച്ച് ഡംപ് ഫയലുകൾ, അതായത് ടെമ്പററി ഫയലുകൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഫയൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരിക്കലും ഡിലീറ്റ് ആവില്ല, നമ്മൾ മാനുവലി ഡിലീറ്റ് ചെയ്യാതെ. അത് അതിലിങ്ങനെ ഡംപായി കടത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡേ ബൈ ഡേ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഫുള്ളായി അവസാനം കമ്പ്യൂട്ടർ ഇങ്ങനെ സ്ലോ ആയി വരും. ഇതുമാണ് ഒരു വഴി. അതായത് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ അൺവാണ്ടഡ് ഫയൽസും റിമൂവ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ കുറേ സ്പീഡാവും. പിന്നുള്ള ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ടാവും. അത് സ്റ്റോപ്പ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക, സർവീസ് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെ 2-3 മാർഗ്ഗങ്ങളാണുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അൺവാണ്ടഡ് ഫയൽസുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഫയൽ കാണിച്ചു തരാം. ഈ ഫയൽ, ക്ലിയർ എന്നുള്ള ഈ ഫയൽ, ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പേരും ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് ക്ലിയർ എന്നുള്ളതാണ്. ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ഫയലിൻ്റെ പേര്. ഈ ഫയലിൻ്റെ പേരാണ് ബാച്ച് ഫയൽ എന്ന് പറയുന്നത്. .bat ഫയൽ എന്നാണ്. ഈ ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആദ്യം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഈ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡബിൾ ക്ലിക്ക്, ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ഫയലാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഫയലിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൽ കമ്പ്യൂട്ടറിലുള്ള മൊത്തം ടെമ്പററി ഫയലുകൾ ഡിലീറ്റ് ആവും. അത് D ഡ്രൈവിലുണ്ടെങ്കിലും പോകും, C ഡ്രൈവിലുണ്ടെങ്കിലും പോകും. പിന്നെ വേറെ ഏതോ ഒരു ലൊക്കേഷനിലുള്ള ഇത് എന്ത് ഫയലാണ്, ഇതൊക്കെ ടെമ്പററി ഫയലുകൾ റിമൂവ് ചെയ്യുന്ന കമാൻഡുകളാണ്. DASൽ നിന്നും അതിൽ Cയിൽ കിടക്കുന്നത് വിൻഡോസിൻ്റെ, അങ്ങനെ 2-3 ലൊക്കേഷനിലുള്ള ടെമ്പററി ഫയലുകൾ ഇറേസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് എല്ലാ യൂസർ പ്രൊഫൈൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ 2-3 യൂസർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ എല്ലാ യൂസർ പ്രൊഫൈലിൽ നിന്നും ഈ ഫയലുകൾ ഡിലീറ്റ് ആവും. അതിനുള്ള കമാൻഡാണിത്. പിന്നെ Dയിൽ കിടക്കുന്ന യൂസർ ഫയൽ വല്ലതുകൊണ്ട് അതിനുള്ള ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണിത്. സിസ്റ്റം റൂട്ട് ഫയലുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടെമ്പററി ഫയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുമ്പോഴാണെങ്കിലോ ഒരു ഫയൽ ഓപ്പൺ ആക്കുമ്പോഴാണ് എപ്പോഴും എന്ത് ചെയ്യും, അതിൽ ടെമ്പററി ഫയലുകളും ഡംപ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സിസ്റ്റം റൂട്ട് ഫയലുകൾ, ടെമ്പററി ഫയൽ, പിന്നെ അതുപോലെ ഇന്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ എല്ലാ ക്യാഷ് ഫയലുകളും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നിങ്ങളിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്വേഡ്, അതായത് പാസ്വേഡ് സൂക്ഷിച്ച് വെച്ചിട്ടില്ലാത്ത പാസ്വേഡുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് എക്സ്പ്ലോററിലോ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാസ്വേഡ് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോയി സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പാസ്വേഡ് ബാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഫയൽ.
പിന്നെ ലോക്കൽ ആപ്പ് ഡാറ്റയിലുള്ള ഫയലുകളെല്ലാം ക്ലിയർ ചെയ്യും. സി യു വിൻഡോസ് ആ ലൊക്കേഷൻ ഇതിൽ പറയുന്നത് സി വിൻഡോസ് ടെമ്പററി എന്നുള്ള ഫയൽ കാണും. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൻ്റെ എല്ലാ അൺവാണ്ടഡ് ഫയലുകളും ക്യാഷ്, മെമ്മറി, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡംപ് ഫയലുകളും ഡിലീറ്റ് ആവും. അതുപോലെ തന്നെ ഫയർഫോക്സ്. ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഞാൻ ആ ഫയൽ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ 170 GB ആണ് ഇപ്പോൾ ബാക്കി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാല്ല. കാരണം ഈ ഫയലുകൾ മൊത്തം ഇതിന് ഡിലീറ്റ് ചെയ്യാണ് ഇപ്പോൾ. ഇത്രയും ഈ ഫയലുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ഇത് മൊത്തം ഇതിൽ നിന്ന് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കമ്പ്യൂട്ടറിൽ എത്രത്തോളം ടെമ്പററി ഫയലുകളും ഡംപ് ഫയലുകളും ഉണ്ടോ അത്രയും സമയം എടുക്കും. ഇതിപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോർ ഡിലീറ്റിംഗ് ബ്രൗസിംഗ് ഹിസ്റ്ററി, അതായത് നിങ്ങൾ ബ്രൗസ് ചെയ്ത ഹിസ്റ്ററി ഒക്കെ ഇതിന് ക്ലിയർ ആവും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിലീറ്റിംഗ് ആഡോണുകൾ ഡാറ്റകൾ, ഡിലീറ്റിംഗ് ആഡോൺ ഡാറ്റ, അത് മൊത്തം ക്ലിയർ ആവും. ഇപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ക്യാഷ് ഫയലുകൾ ഡിലീറ്റ് ആയി. ക്രോം ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രോം ഫയലിൻ്റെ ഡാറ്റ, ഡിഫോൾട്ട് ക്യാഷ് ഒക്കെ ഡിലീറ്റ് ആവുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഉണ്ട്, നമ്മുടെ 170 GB ആണ് ഫ്രീ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്ര ഫയലുകൾ ഉണ്ട് മെമ്മറി എന്നുള്ളത് നോക്കാം. ഫയലുകൾ ഉണ്ട്, കുറച്ച് ഫയലുകൾ ഈ ഓപ്പൺ യൂസർ ഡാറ്റ സുഹൃത്തുക്കളെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 278 GB ഫ്രീ ആയിട്ടുണ്ട്. 278 GB, ഏകദേശം 100 GB. അതായത് റീസൈക്കിൾ ബിന്ന് ഇതെല്ലാം ഈ ഡംപ് ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് അവസാനത്തെ കമാൻഡ് റീസൈക്കിൾ ബിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കമാൻഡ് ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഫയലുകൾ ഞാൻ ഈ കമാൻഡ് ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവിടുന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഒന്നും ചെയ്യേണ്ട. ഇത് Ctrl+A എടുക്കുക, Ctrl+A എടുത്ത് കോപ്പി ചെയ്യുക, Ctrl+C എടുക്കുക, എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കുക. നമ്മൾ CMD എന്ന് ഓപ്പൺ ആക്കുക. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പേസ്റ്റ്, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൺ ആവും. ഇല്ലെങ്കിൽ Ctrl+V എന്നടിച്ചാൽ മതി. ഇത്രയും ചെയ്താൽ മതി, താൻ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ആവും. ഇതായി കഴിഞ്ഞിട്ട് റീസൈക്കിൾ ബിന്നിൽ ചില ഫയലുകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ അത് വീണ്ടും ചോദിക്കുന്നുണ്ട് യെസ് ആക്സസ് ചെയ്യണമെന്ന്. അപ്പോൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ റൺ ആവും. അപ്പോൾ ചില ഫയലുകൾ റീസൈക്കിൾ ബിന്നിലുള്ള ഫയലുകൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ്റെ എന്തൊരു ഇഷ്യൂ ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതാ ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില ഫയലുകൾ ആക്സസ് ഡിനൈഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലോസ് ആവാതെ വന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര ആയിട്ടുണ്ട്? 278 GB, ഏകദേശം 100 GB. അതായത് റീസൈക്കിൾ ബിന്നിലുള്ള അൺവാണ്ടഡ് ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ ഏകദേശം 100 GB ക്ലിയർ ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. ഈ ഫയൽ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. അടുത്ത വീഡിയോയിൽ ഞാനൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് ഈ ബാച്ച് ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ കമ്പ്യൂട്ടർ അപ്പോഴേ ഫ്രീ, എല്ലാ അൺവാണ്ടഡ് മെമ്മറീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഫ്രീ ആയി കിട്ടും. ഓക്കെ.